നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഏതാണ്ട് ഒരു മാസക്കാലത്തിലേറെയായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും തുടർന്ന് 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ വിരുദ്ധ നിലപാടുകളുമായി സർക്കാരിനെതിരെയുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ ഇപ്പോൾ അധ്യക്ഷനില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഒരു നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട വസ്തുത. ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് തികച്ചും അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുകയായിരുന്നു. ഇതിന് പാർട്ടിയുടെ സമുന്നത നേതാക്കൾ നൽകിയ വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള പാർട്ടികളെ പോലെയല്ല കോൺഗ്രസ്, സ്ത്രീകളുടെ മാനാഭിമാനത്തിന് ഒരു കാരണവശാലും വില പറയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ അസ്വാഭാവികമായ ഒരു ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു എന്നാണ് നേതാക്കൾ പറയുന്നത്. ഇത് KPCCയും AICCയും ചേർന്നെടുത്ത തീരുമാനം തന്നെയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശരിവെച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉയരുന്ന ഇത്തരം ലൈംഗിക ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ധാരാളം പ്രവർത്തകരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അണികളും ഒരേ ശബ്ദത്തിൽ തന്നെ രംഗത്ത് വരികയുണ്ടായി. അതായത് കോൺഗ്രസ് നേതൃത്വത്തിന് അത് വലിയ തലവേദനയായി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വർദ്ധിച്ച ജനപിന്തുണ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും AICC നേതൃത്വവും കൃത്യമായി കേരള പ്രദേശ് കോൺഗ്രസിന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാഴ്ചയ്ക്കകം ഒരാളെ കണ്ടെത്തണം. അതായത് ഒഴിഞ്ഞു കിടക്കുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ ആരെയെങ്കിലും നിയമിക്കണം. ആരെയെങ്കിലും എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കണം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും ഭരണം തിരിച്ചു പിടിച്ചേ മതിയാകൂ. കാരണം ഭരണമില്ലാതെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കില്ല, നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവാണ് കോൺഗ്രസിനെ ഇത്രത്തോളം വലിയ സമ്മർദ്ദത്തിലാഴ്ത്തിയിരിക്കുന്നത്. മാത്രമല്ല കേരളത്തിൽ UDF എന്ന സംവിധാനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഭരണം കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് പോലുള്ള യൂത്ത് പ്രസ്ഥാനങ്ങളെ ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. അതിന് അധ്യക്ഷനില്ലാതെ നാഥനില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥ ഇനിയും അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒഴിവിലേക്ക് കൃത്യമായ നിയമനം നടത്തിയിരിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുമ്പോൾ അതിൻ്റെ ഉപാധ്യക്ഷ സ്ഥാനത്തുള്ള ആളുകളെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി അല്ലെങ്കിൽ പരിഗണിക്കണം എന്നുള്ളൊരു അഭിപ്രായം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൽ നിന്നും ഉയർന്നു വരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും തിരിച്ചു വിളിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുക്കണം എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമെല്ലാം യൂത്ത് കോൺഗ്രസിനെ നയിച്ചിരുന്ന കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ കേരളത്തിലെ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം കൃത്യമായ രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സമൂഹ മധ്യത്തിൽ ഉയർന്നു വന്ന ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ഒരു അധ്യക്ഷനെ മാറ്റി നിർത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് പരിക്ഷീണമായി മാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഉയർന്നു വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പദവികളിൽ നിന്ന് നീക്കം ചെയ്തു. എന്നാൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു കേസ് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ളത്. അതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും പീഡന കേസിൽ പെട്ടു എന്നോ ഏതെങ്കിലും സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ പരാതി നൽകിയിട്ടില്ല.
ക്രൈംബ്രാഞ്ച് സ്വമേധയാ എടുത്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തെ തങ്ങളെ പീഡിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ ഗർഭഛിദ്രം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിച്ചിരുന്നോ എന്നോ പരാതി നൽകിയിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇനിയും ദീർഘകാലം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക എന്നുള്ള ഒരു ചോദ്യം കൂടി മുന്നോട്ട് വരുന്നു. ഇത് കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജനകീയ പിന്തുണ AICC നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് അവർ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ സന്ദർശനത്തിലാണ്. കാന്തപുരം അടക്കമുള്ള വിവിധ നേതാക്കളെ പ്രിയങ്ക ഗാന്ധി സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും വലിയ താമസം കൂടാതെ കേരളത്തിലേക്ക് എത്തും എന്നറിയുമ്പോൾ അതിനുള്ളിൽ തന്നെ കഴിയുമെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നിയമനം നടത്തുവാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഉരുമ്പിടുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷ സ്ഥാനത്തുള്ള അബിൻ വർക്കി, OJ ജിനീഷ് കുമാർ, ദേശീയ ജനറൽ സെക്രട്ടറിയായ ബിനു ചുള്ളിയിൽ, NSUവിൻ്റെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയായ അഭിജിത്ത് എന്നിവരെ ഇപ്പോൾ ഇതിലേക്ക് പരിഗണിക്കുന്നതായി അറിയാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കായംകുളത്ത് മത്സരിച്ച് തോറ്റ ഹരിത ബാബു, അതായത് പല ആളുകളും പാൽക്കാരി എന്നൊക്കെ വിളിച്ചാക്ഷേപിച്ച ഈഴവ സമുദായത്തിലെ ഹരിത ബാബുവിനെ കൂടി ഇപ്പോൾ ഈ ദേശീയ നേതൃത്വം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണം എന്നുള്ളൊരു നിർദ്ദേശം വച്ചിട്ടുണ്ട് എന്നറിയാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു വനിതാ സാരഥി യൂത്ത് കോൺഗ്രസിനെ നയിക്കുകയാണെങ്കിൽ ഈഴവ വിഭാഗത്തെ കുറെ കൂടി സമഗ്രമായി കോൺഗ്രസിനോട് ചേർത്ത് നിർത്താൻ സാധിക്കും എന്നുള്ളൊരു നിർദ്ദേശം കൂടി വന്നിരിക്കുന്നു. എന്നാൽ KSUവിൻ്റെ സെക്രട്ടറിയും അല്ലെങ്കിൽ KSUവിൻ്റെ പ്രസിഡന്റുമെല്ലാം ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളായതിൻ്റെ പേരിൽ അബിൻ വർക്കിയെ വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിയാൽ അത് ജാതീയ സമവാക്യങ്ങൾക്ക് തെറ്റാകും എന്നതുകൊണ്ട് അബിൻ വർക്കിയെ പരിഗണിക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം കൂടി പുറത്തു വന്നിരിക്കുന്നു. AICC വക്താവായ KC വേണുഗോപാലിനോട് അടുത്ത ബന്ധം പുലർത്തുന്ന അഭിജിത്തുമായി ഇപ്പോൾ ചില ചർച്ചകൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ചുള്ളിയിലിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നറിയുന്നു. ഇതൊന്നുമല്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ തിരിച്ചു വിളിക്കണം, യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ യാതൊരു തടസ്സങ്ങളും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീകളും പീഡനത്തിന് പരാതി നൽകിയിട്ടില്ല. ഒരു ആരോപണം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി പാർട്ടിയിൽ നിന്നും പുറത്താക്കി സസ്പെൻഡ് ചെയ്തു. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്ത് നിർത്തിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ക്ഷീണം ചെയ്യും. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കഴിയുമെങ്കിൽ യൂത്ത് കോൺഗ്രസിന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് പറയപ്പെടുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെയും AICCയുടെ മുതിർന്ന നേതാക്കളുടെയും എല്ലാം ഈ വിഷയത്തിൽ കൃത്യമായ നിർദ്ദേശം കേരളത്തിൽ കോൺഗ്രസിന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ നീക്കി നിർത്തുന്നതിന് വേണ്ട ചില ചരടുവലികൾ നടത്തിയ നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി തടസ്സം നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ AICC ഇതിൽ മുൻകൈയെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെത്തിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുമോ അതോ ഇപ്പോഴുള്ള ഉപാധ്യക്ഷന്മാരിൽ ആരെയെങ്കിലും തലസ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും 3 ദിവസത്തിനുള്ളിൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിനൊരു കൃത്യമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.